നമുക്ക് ആഘോഷിക്കാം എൻ്റെ പൊന്നു പ്രേക്ഷകരെ. അതായത് ഈ ജന്തു എന്ന് പറയുന്ന സാധനവും മുസ്തഫയും തമ്മിൽ പിരിഞ്ഞു. ഓക്കെ, അതിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഞാനിപ്പോൾ വായിച്ചു തരാം. ഓക്കെ, തെളിവ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനുശേഷം ഈ ജന്തുവിൻ്റെ ഏറ്റവും അടുത്ത അയൽവാസിയും ഒരു ബന്ധുമായ ഒരു ഉമ്മ ജന്തുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും ഞാൻ വെച്ച് തരാം. ഓക്കെ, ആദ്യം നമുക്ക് ജന്തു പിരിഞ്ഞ ഫേസ്ബുക്ക് പേജ് ഒന്ന് വായിക്കാം. ഓക്കെ, റിയാസ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഈ ഒരു വാർത്ത വന്നത്. ഷിഞ്ചിത 6 മാസത്തോളമായി ഭർത്താവുമായി പിരിഞ്ഞു, ഒറ്റക്കാണ് താമസിക്കുന്നത്. ഇത് നന്നായി. അതായത് 6 മാസമായി പിരിഞ്ഞിട്ടൊക്കെ അവന് പറ്റാതെ ആ മുസ്തഫ എന്ന് പറയുന്ന ചങ്ങായി ഒഴിവാക്കിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് ഇവള് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതായത് ഒരു ബസ്സിൽ സാധാരണക്കാരായ യാത്രക്കാർക്ക് ഇത്രയധികം ആക്രമിക്കുന്ന ഇവള് സ്വന്തം ഭർത്താവിനെ എത്ര മാത്രമായിരിക്കും ആക്രമിക്കുന്നത്? ഓക്കെ, ബാക്കി നമുക്ക് വായിക്കാം. മലപ്പുറം ആരിക്കാടായിരുന്നു ഭർത്താവിൻ്റെ വീട്. ഇവിടെ ഇവൾ ആരിക്കാട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറായിരുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ടവരെ നിങ്ങൾ വിജയിപ്പിക്കുന്നത്? ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പാർട്ടി നോക്കരുത്. കോൺഗ്രസ് എന്നോ CPM BJP എന്നോ ഇത്തരത്തിലുള്ള വൃത്തികെട്ടവരെ നിങ്ങൾ വിജയിപ്പിക്കാൻ പാടില്ല. അതായത് ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ ജന്തു, ഇതിനു മുമ്പും ഇങ്ങനെ പല ആണുങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ നാട്ടുകാർ നമ്മളോട് പറയുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. അതായത് ബസ്സിൽ അയാൾ ദീപക് എന്ന മനുഷ്യന് ആത്മഹത്യ ചെയ്തത് കൊണ്ട് ഇത് വലിയ വിവാദമായി. ഇവരുടെ സ്ഥിരം പരിപാടിയാണിത്. കണ്ടവരെ സംശയിക്കുക. ഇവർ ഒരു കടിയത്തി സ്ത്രീയാണ്. ഓക്കെ, അതായത് ഇവർക്ക് എല്ലാവരും ഒരുപോലെയല്ലല്ലോ. ഇവർക്കൊരു കടിയാണ്, പ്രത്യേക തര കാമഭ്രാന്താണ് ഇവർക്ക്. അതുകൊണ്ട് ഈ ലോകത്തുള്ള ഈ ആണുങ്ങളെ, കേരളത്തിലുള്ള എല്ലാ ആണുങ്ങളെ കാണുമ്പോൾ ഇവർക്കൊരു പ്രത്യേക കടി തോന്നുന്നുണ്ട്. എന്നിട്ട് പർദ്ദയും തട്ടവും ഒക്കെ ഇട്ട് മത്സരിക്കും. അത് കഴിഞ്ഞാൽ ദുബായിൽ പോകും, അവിടെ പർദ്ദയും തട്ടവും ഒക്കെ അയച്ചു വീഡിയോ ചെയ്യും എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. എന്താണല്ലോ, അത് അവരുടെ ഇഷ്ടമാണ്. ഡ്രസ്സിന്റെ കാര്യത്തിലൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഇവളൊരു വൃത്തികെട്ട സ്ത്രീയാണ്. ഇവളുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ആക്ട്രസ്, നടിമാരൊക്കെ ഇടുന്ന ഡ്രസ്സാണ്. ഓക്കെ, അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല, ഇവളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇവളുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഇതൊരു വൃത്തികെട്ട ജന്തു എന്നേ നമുക്ക് പറയാം. ഓക്കെ, ആ ദീപക് എന്ന മനുഷ്യന് ആത്മഹത്യ ചെയ്തത് കൊണ്ടാണ് ഈ ജന്തുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞത്. നിലവിൽ 6 മാസമായി ഭർത്താവുമായി പിരിഞ്ഞു. വടകരയിൽ ഒറ്റക്കാണ് ഇവളുടെ താമസം. അതാണ് ഇവളുടെ കടി. ഓക്കെ, ഭർത്താവുമായി പിരിഞ്ഞതാണ് ഇവളുടെ ശരിക്കും പറഞ്ഞാലുള്ള കടി. ഭർത്താവ് വീട്ടിലില്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കോ? അവൾ വെച്ച് കൊടുത്ത് ആ മനുഷ്യന് അറിയാതെ ആ ബസ് ഒന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ ഊരിത്തിരി ടച്ച് ചെയ്താണോ, ഇവൾ എഡിറ്റ് ചെയ്ത് ടച്ച് ചെയ്യിപ്പിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വൃത്തികെട്ടവൾ ചിരിക്കുകയാണ്. ആ വീഡിയോ ഞാൻ നിങ്ങളും കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവളെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലണമെന്നേ ഞാൻ പറയുകയാണ്. എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നേ ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഉമ്മ ഇതിനെക്കുറിച്ച് ഇവളുടെ ഏറ്റവും അടുത്ത ബന്ധും ആ നാട്ടുകാരുമായിട്ടുള്ള ഉമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് എന്തായാലും കേട്ട് നോക്കാം. ഓക്കെ, പ്രാന്ത് അല്ലാതെ നമ്മൾ എന്തെന്ന് പറയാ. അവൻ എന്തൊരു ചെയ്ത് അവളല്ലേ അവൻ്റെ അടുത്ത് പോയി നിന്നത്. ആ ബസ്സിൽ അവൻ ഇങ്ങനെ നിന്ന സമയത്ത് അവനെ തട്ടി അവന്റെ ജീവിതം തൊലച്ചില്ലേ. ആ കൊച്ചുങ്ങളെ അവന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് ആരിയ്ക്കുന്നു? ഇങ്ങനെയുള്ള കുറെ എണ്ണം കിടന്നാൽ മതി. മുസ്ലിം ആയിരുന്നാലും ഏത് ജാതി ആയിരുന്നാലും ശരി തന്നെ, മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം വേണം. ഇങ്ങനെയുള്ളവളെയൊന്നും വെളിയിൽ ഇഞ്ഞ് കാണിക്കരുത്. അതേ നമുക്ക് പറയാനുള്ളൂ. ആ ചിത്രീകരിച്ചത് അത് 2 പ്രാവശ്യം അവൾ കണ്ടല്ലോ. അത് ബസ്സിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു, അവന്റെ കയ്യിൽ ഒരു ലഗേജ് ഇരിക്കുന്നു, അതിങ്ങനെ പിടിക്കുന്നു. അപ്പൊ അവൻ എന്ത് തെറ്റുകാരനാണ്? അപ്പൊ നമ്മൾ ഒതുങ്ങി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ മാറുന്നില്ലെന്ന് പറയണ്ടേ? അത് രണ്ടവൾ പ്രവർത്തിച്ചു. അവൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ലേ അവൾ നോക്കിക്കൊണ്ട് നിന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് എന്തെങ്കിലും നല്ല ഒരു ശിക്ഷ അവൾക്ക് കിട്ടണം. അത് ഇനി ഒരിക്കലും ഒരു ആമ്പിള്ളേരെ ഇങ്ങനെ കാണിക്കരുത്. എല്ലാ മക്കളും ആമ്പിള്ളേരെ, എല്ലാ പെണ്ണും ആണിനെന്നൊക്കെ നമ്മൾ ഇതാക്കുന്നത് തന്നെ, പ്രസവിക്കുന്ന മക്കളെ തന്നെ. ഇത് കൊള്ളാം, വല്ലാത്തൊരു ഇതായിപ്പോയി. അത് കേട്ട സമയത്ത് നമ്മൾ നെഞ്ചുരുവിപ്പോയി അത്. അതുകൊണ്ട് ഇനി എന്ത് വന്നിരുന്നാലും ശരി തന്നെ, ഇങ്ങനെ ഒരിക്കലും ഒരു പുരുഷന്മാർക്ക് ഉണ്ടാവരുത്. ഇനി പുരുഷന്മാർ ചെയ്യുന്നത് ശരി തന്നെ. ഉമ്മ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഉമ്മ എന്ന് പറയുമ്പോൾ നാട്ടുകാര്യമാണ്, ഇവരുടെ അടുത്തൊരു ബന്ധുമാണ്. ഓക്കെ, ബന്ധുക്കൾ തന്നെ ഇങ്ങനെ രംഗത്ത് വരണമെന്നേ ഞാൻ പറയുകയാണ്. കാരണം ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്ത്രീകൾ ഇനി ഒരിക്കലും രംഗത്ത് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവളുടെ ഭർത്താവുമായിട്ട് ഇവൾ ഈ ഫേസ്ബുക്ക് പേജിൽ പിരിഞ്ഞു എന്നാണ്. ഇവളുടെ ഭർത്താവ് മുസ്തഫയുമായിട്ട് നമ്മൾ നിരന്തരം അദ്ദേഹവുമായി ചർച്ച ചെയ്യാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു. അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ്, വോയിസ് ക്ലിപ്പ് എന്തായാലും കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, ഒരു ട്രെൻഡിങ് വീഡിയോ അതും കൂടി ഞാൻ സൈഡിൽ വെച്ച് തരാം. അതായത് അത് കുറച്ച് വിവാദമാണ്. ആ ട്രെൻഡിങ് വീഡിയോ കുറച്ച് ഓവറായി പോയി ട്രെൻഡിങ് ചെയ്തത് എന്നാണ് ചിലർ പറയുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ഈ ജന്തുവിനെതിരെ ഉണ്ടാക്കിയ ഒരു ട്രെൻഡിങ് വീഡിയോ ആണ്. ഓക്കെ, കാവനൂർ മഞ്ചേരി ലാസ്റ്റ് ബസ് ചേട്ടാ പോരുന്നില്ലേ? എനിക്ക് കുറച്ചേരം കൂടി ജീവിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ ടാക്സി വിളിച്ചത്. ഓക്കെ,
ഇതാണ് ആ ട്രെൻഡിങ് വീഡിയോ. രസകരമായിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ താഴെ ചിലർ കമൻ്റ് ഇടുന്നത് ഇപ്പോഴും ഈ ജന്തുവിന് സപ്പോർട്ട് കൊടുക്കുന്ന ചിലർ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ, ചിലർ അതായത് 100-ൽ 2% ആൾക്കാർ ഈ ജന്തുവിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞല്ലേ, എന്തിനാണ് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്നാണ് ചില നായ്ക്കളായ മനുഷ്യന്മാർ കമൻ്റ് ഇടുന്നത്. ഓക്കെ, ഒരു ചെറുപ്പക്കാരും കൂടി രംഗത്ത് വന്നിട്ടുണ്ട്, നാട്ടുകാരിയാണ്. അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പം പൊതുവെ കുറച്ച് എന്താണ് നിയമമൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ചുമ്മാ ഇപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തണം, ഒരാളെ ഇല്ലാണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നേരെ തിരിച്ച് ഒരു ചെക്കൻ അങ്ങനെ ചെയ്ത് നിയമപരമായിട്ടുള്ള ഒന്നും ഒരു ചെക്കന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കിട്ടാറില്ല. ഇപ്പം എനിക്കിപ്പോൾ ഒരാളെ താഴ്ത്തി കാണണം, താഴ്ത്തി കെട്ടണമെന്ന് എനിക്ക് തോന്നിയാൽ എനിക്കിപ്പോൾ നേരെ ചെന്നിട്ട് എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ നിയമമൊക്കെ എൻ്റെ കൂടെ നിൽക്കും. അതുപോലെ കുറേ പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുമോ? റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ ലൈക്ക് കുറേ പേര് ഇപ്പോൾ എന്നെ തൊട്ട് കഴിഞ്ഞാൽ അയാൾ ആ ഉദ്ദേശത്തോടെയാണ് തൊടുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കുവാണ്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അത് ഏത് പെൺകുട്ടിക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ അതങ്ങ് വരുത്തി തീർക്കുക. ഇപ്പം മെസ്സൊക്കെ ഒരാൾ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു രീതിക്കാണ്. 100% ശരിയാണ്. അതായത് നിയമത്തെ ഇവറ്റകൾ മുതലെടുക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്തിനാണ് ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ടേ? അതായത് ഈ വൃത്തികെട്ട സ്ത്രീ ഉണ്ടല്ലോ, ഷിൻജിത്ത എന്ന് പറയുന്ന വൃത്തികെട്ട സ്ത്രീ വിചാരിച്ചത് നിയമം എൻ്റെ കൂടെ ഉണ്ടാവും, ഞാൻ ഇവൻ എന്നെ അതായത് ദീപക് എന്ന മനുഷ്യന് എന്നെ കയറിപ്പിടിച്ചു എന്ന് കോടതിയിൽ ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കോടതി വിശ്വസിക്കുമെന്നാണ് ഈ വൃത്തികെട്ട സ്ത്രീ വിചാരിച്ചത്. എന്നാൽ ഈ കാര്യത്തിൽ തെറ്റി. നമ്മുടെ നിയമമൊക്കെ ഇപ്പോൾ ദീപകിന് അനുകൂലമാണ് നിൽക്കുന്നത്. വാർത്തയിൽ ഏഷ്യാനെറ്റ് അടങ്ങുന്ന റിപ്പോർട്ടർ അടങ്ങുന്നവരൊക്കെ ഈ വൃത്തികെട്ടവരുടെ ഫോട്ടോ ബ്ലർ ചെയ്യാതെയാണ് നിലവിൽ വാർത്ത കൊടുക്കുന്നത്. ആദ്യം ദീപക് മരിച്ച ദിവസം ഈ വൃത്തികെട്ടവരുടെ ഫേസ് ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ടാണ് വാർത്ത കൊടുത്തത്. അപ്പോൾ നമ്മുടെ ദീപകിന് നീതി കിട്ടുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഈ വൃത്തികെട്ടവൾ അബുദാബിയിലുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്നത്. എയർപോർട്ടിൽ കല്ലെറിയാനൊക്കെ ശ്രമിച്ചു എന്നാണ്, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ വൃത്തികെട്ടവളെ എത്രയും പെട്ടെന്ന് അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവളെ ചോദ്യം ചെയ്ത് ഇവളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ വൃത്തികെട്ടവൾ ആ ഒരു ഫോൺ ഉണ്ടല്ലോ, ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ ഫോണ് നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, അതായത് ആ ഫോണെങ്ങാനും അന്വേഷണ സംഘത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വൃത്തികെട്ടവൾ പെടും. അതായത് അത് എഡിറ്റ് ചെയ്തതാണ്. ഒരു 14-20 മിനിറ്റോ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇവൾ എഡിറ്റ് ചെയ്ത് ഏതോ ഒരു ആപ്ലിക്കേഷനിൽ കയറ്റിയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് പോലെ എഡിറ്റ് ചെയ്തതാണ്. അതായത് ഒരു 14 മിനിറ്റിൻ്റെ വീഡിയോ 15 സെക്കൻഡാക്കി കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ മുക്കും മൂലയും എല്ലാം എടുത്ത് ഒരു ചെറിയൊരു ഭാഗമാണ് ഈ വൃത്തികെട്ട ചെറ്റ നമ്മളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഈ വൃത്തികെട്ട ചെറ്റയുടെ ഫോണ് പോലീസ് എത്രയും പെട്ടെന്ന് നോക്കുന്നുണ്ട്. ഈ വൃത്തികെട്ട ചെറ്റ ആ ഫോണ് നശിപ്പിച്ചാൽ ആകെ പണി കിട്ടും. ഈ വൃത്തികെട്ട ചെറ്റ അത് നശിപ്പിക്കാതിരിക്കട്ടെ. അതിനു മുമ്പ് ഈ വൃത്തികെട്ട ചെറ്റയെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ടെക്നോളജി വളർന്നല്ലോ, വൃത്തികെട്ട ചെറ്റ അതിപ്പോൾ ഒഴിവാക്കിയാലും ഫോണ് തകർത്താലും നമുക്കതിനെ ശരിയാക്കിയെടുക്കുന്ന സിസ്റ്റമും സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ഇന്ത്യ രാജ്യമാണ്. അപ്പോൾ വൃത്തികെട്ട ചെറ്റയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യട്ടെ. നമ്മുടെ ദീപകിൻ്റെ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.